ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്തേ ബാക്കി കഥ പറയാൻ ഞാനങ്ങ് വരണോ? വിനീത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വായിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ സുമതി ജീവനെ തോണ്ടി വിളിച്ചു. ഒക്കെ ഭ്രാന്തമാരാടാ, ഒന്നിനും നിൽക്കണ്ട. ഇനി അവിടെ നിന്ന് വല്ലതൊക്കെ പറഞ്ഞ് അടുത്ത പണി വാങ്ങിക്കണമെന്ന് കരുതി ജീവന്റെ കൈയും പിടിച്ച് സുമതി അവിടെ നിന്ന് നീങ്ങി. ആ നേരം പുറത്തിറങ്ങി വന്ന ഹേമയും വസന്തനും ആവണിയുടെ അരികിലേക്ക് വന്നു. വസന്തൻ ഒന്നും മിണ്ടാതിരുന്നെങ്കിലും ഹേമ അവളുടെ കയ്യിൽ വന്ന് പിടിച്ചു. മോളെ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. അല്ല, ഞങ്ങളുടെ ഭാഗത്ത് മാത്രമാ തെറ്റ്. ഇനിയിപ്പോ എന്തു വന്നാലും അവന്റെ കൂടെ ഞങ്ങൾ നിന്നെ പറഞ്ഞേക്കില്ല. വാശി പിടിച്ചിക്കാ വീട്ടിലേക്ക് വാ. വസന്തനും ഹേമ പറയുന്നതിനൊപ്പം തന്നെ തലയാട്ടി നിന്നു. 2 ദിവസം കൊണ്ട് അയാളാകെ വല്ലാത്തൊരവസ്ഥയിലായി മാറിയിരുന്നു. തന്റെ മകൾ ഇത്രയും ദ്രോഹിച്ച് അവന്റെ കൂടെ വിടാനൊരുങ്ങിയ തന്നോട് തന്നെ അയാൾക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി തുടങ്ങിയിരുന്നു. നിങ്ങളുടെയൊക്കെ വാശിക്കനുസരിച്ച് എന്നെങ്ങനെ വഴിതിരിച്ചു വിട്ട് ഞാനിങ്ങനെ തകർന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനമായി കാണുമല്ലേ? ഇല്ലമ്മ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, അടുത്തന്നെ ഒരു ജോലിയും കിട്ടും. എനിക്ക് ജീവിക്കാൻ ഇനി അതൊക്കെ മതി. എനിക്കിനി ഒന്നിനും വയ്യാത്തോണ്ടാ. ആൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ വസന്തൻ അവൾ ഹൃദയവേദനയോടെ നോക്കി. ഇനി താൻ വിളിക്കാനിട്ടാണ് അവൾ വരാത്തെന്ന് കരുതി അയാൾ അവളോട് വളരെ താഴ്മയോടുകൂടെ വരാൻ പറഞ്ഞെങ്കിലും ആവണിയിൽ നിന്ന് തന്നെയാണ് പറഞ്ഞത്. മോനെ, അവളെ ഒന്ന് നോക്കിക്കോണേ. കുറച്ചു നേരം കൂടി അവിടെ അടുത്ത് ചുറ്റിപ്പറ്റിയെന്ന് മാറി നിൽക്കുന്ന വിനീതിനോട് കണ്ണീരോടെ പറഞ്ഞുകൊണ്ട് ഹേമ നടന്നു നീങ്ങി. അയാളുടെ പിന്നാലെ വിനീതിനെ ദയനീയമായി നോയിക്കൊണ്ട് വസന്തനും. ആവണി, നമുക്ക് പോവാം. അച്ഛനും അമ്മയും കാറിൽ കയറുന്നു. അവർ പോകുന്നു നോക്കി ആവണിയുടെ അരികിലേക്ക് വന്ന് വിനീത് പറഞ്ഞു. വിനീതേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്നൊരു ദിവസം നിന്നും ഇനി വിനീതേട്ടൻ്റെ കൂടെ എന്ത് പറഞ്ഞാൽ നിൽക്കും? ഞാനിന്നലെ മേഘയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മേഘയുടെ കേക്ക് ഷോപ്പിൽ ഒരു അസ്നത്തിയുണ്ട്. മേഘ പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 മക്കളാണ് അവരുടെ വീട്ടിൽ താമസം. വീണ്ടും മേലത്തെ പോർഷൻ ഒഴിഞ്ഞെടുക്കുകയാണെന്ന്. എന്നോട് അവിടെ വന്ന് എത്ര നാൾ വേണമെങ്കിലും താമസിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ അവിടെ നിൽക്കുന്നല്ലേ നല്ലത്? ആവണി, ഞാൻ എന്ത് ധൈര്യത്തിലാ നിന്നെ അവിടെ നിർത്തുന്നത്? നീ വീട്ടിലേക്ക് വരുന്ന ഇത് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് വരും. നമുക്ക് ഒരുമിച്ച് അവിടെ ഒന്നുകൂടെ ആവണി. വിനീതേട്ടാ, എനിക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. ഏറ്റവും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് അറിയാം. പക്ഷേ നാളെ ഒരു ചോദ്യം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വന്നാൽ ഉത്തരലാന്ന് നിൽക്കേണ്ടി വരും നമ്മൾ. അതുകൊണ്ട് ഞാൻ മേഘ പറഞ്ഞ വീട്ടിലേക്ക് പോകുന്നല്ലേ നല്ലത്. ആവണി പറഞ്ഞു കേട്ടപ്പോൾ സംഘർഷഭരിതമായ മനസ്സോടെ വിനീത് തന്നെ നെറ്റിയെന്നൊഴിഞ്ഞു. അവൾ പറയുന്നതും ശരിയാണ്. തന്നോട് ആരൊന്നും ചോദിക്കാൻ വരാൻ പോകുന്നില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ തനിക്കത് പുല്ലാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ആവണിയുടെ കാര്യം. അവൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോഴും ജീവൻ എന്ന കെട്ടിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയിട്ടുമില്ല. അവിടെ നീ സേഫ് ആയിരിക്കും ആവണി. ആയിരിക്കും വിനീതേട്ടാ. മേഘ ഏർപ്പാടായി തന്ന ഹസ്നത്തെ ഞാൻ നേരത്തെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാനും കൂടെ വരാം. എനിക്ക് അവിടെ ഒന്ന് കാണണം. പക്ഷെ നിനക്ക് എപ്പോൾ എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം, കേട്ടല്ലോ? ശരി വിനീതേട്ടാ. വിനീത് ആവണിയും കൂടി തന്റെ വീട്ടിലേക്ക് പോയി. അവളുടെ ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് ഹസ്നയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. നഗരമധ്യത്തിൽ തന്നെയുള്ള 2 നില വീടാണ്. ഹസ്നയോട് മേഘ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീതിനെയും ആവണിയെയും ഹസ്ന സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടി. അവിടെയൊക്കെ കണ്ടപ്പോൾ ആവണി അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് വിനീതിനെ തോന്നി. എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ടാണ് വിനീത് അവിടെ നിന്ന് ഇറങ്ങിയത്. ജീവനെയും സുമതിയെ ഇറക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് സുധാകരൻ പരമേശ്വരനോട് അന്വേഷിച്ചത് വഴി തറവാട്ടിലെല്ലാവരും വിവരമറിഞ്ഞിരുന്നു. അവിടുന്ന് കേട്ട സംസാരത്തിൽ നിന്ന് വൈദേയും കാര്യം അറിഞ്ഞു. ഇത് തന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ വൈദേയി കൂടുതൽ പ്രശ്നത്തിൽ പെടേണ്ടെന്ന് കരുതി ജീവനെ വിളിക്കാനും അന്വേഷിക്കാനും നിന്നില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ താൻ വിചാരിച്ച പോലെ കാര്യങ്ങളും നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇതുവരെയും സിദ്ധാർത്ഥ് മേഘയും ചെന്നൈയിൽ നിന്നും വന്നിട്ടില്ല. അമ്മമ്മയോട് സംസാരിച്ചപ്പോൾ അവർ അടുത്ത കാലത്തൊന്നും വരുമെന്ന് തോന്നില്ലെന്നാണ് പറഞ്ഞത്. അച്ഛനാണെങ്കിൽ ബലിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് ബലി കൊടുത്തില്ലെങ്കിൽ തന്റെ അച്ഛനെ പൂർണ്ണനാശമായിരിക്കും ഫലം. അതിനിടയിൽ വീണ് ചുറ്റും ആരോ നിരീക്ഷിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട്. എന്തോ ഇത്രനാളുമില്ലാത്ത ഭയമൊക്കെ ഉള്ളിൽ വല്ലാതെ പൊട്ടിമുളക്കുന്നു. അച്ഛനോടാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് തലയിൽ കയറുന്നില്ല. ബലി ചെയ്യാനുള്ള സമയമെടുക്കും തോറും വല്ലാത്തൊരു ലഹരിയിലാണ് അച്ഛൻ. ഇപ്പോൾ പ്രാർത്ഥനയുടെയും പൂജയുടെയും എണ്ണത്തിൽ സമയം കൂടിയിട്ടുണ്ട്. വൈദേഹി അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും വൈകുന്നേരമായപ്പോൾ ജീവൻ വൈദേഹി ഇങ്ങോട്ട് വിളിച്ചു. എടുക്കണോ വേണ്ടയോ എന്ന് സംശയിച്ചെന്നെങ്കിലും വൈദേഹി ഫോൺ എടുത്തു. കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞെങ്കിലും ജീവൻ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ വൈദേഹി നിന്നു. എന്നാലും ആ ദ്രോഹി ഇങ്ങനെ ചെയ്തു കളഞ്ഞില്ല. പാവം ജീവൻ. ഇനി എന്താ ജീവൻ നിന്റെ പ്ലാന്? വീട് വിൽക്കുന്നുണ്ടോ? അല്ല, ഇനി വീട് മാത്രമേ വിൽക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിലല്ലേ? വൈദേഹി അങ്ങനെ പറഞ്ഞപ്പോൾ ജീവൻ അവളോട് ചെറിയൊരു നീരസം തോന്നി. കാര്യം കേൾക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം ജീവ എന്ന് വൈദേഹി പറയുമെന്നാണ് അവൻ കരുതിയത്. വീട് വിൽക്കാനോ? നല്ല കഥയായി. ആധാരം പണയത്തിലാണെന്ന കാര്യം നിനക്ക് അറിയില്ല വൈദേഹി. അത് മുതലും പരീക്ഷയ്ക്ക് ചേർത്ത് അടച്ചെടുത്ത് ഈ വീട് വിറ്റാൽ തന്നെ അവൾ പറയുന്ന തുകയുടെ പകുതി പോലും കൊടുക്കാനുണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യും? വൈദേഹി പരിഹാസത്തോടെ ചോദിച്ചു. വൈദേഹി, ഞാൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയാം. അല്ലെങ്കിലും നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നത് എനിക്ക് വളച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് നീ കുറച്ച് പണം തന്നെ സഹായിക്കണം. എപ്പോൾ തിരിച്ചിരുന്നെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിലും ഇനി അങ്ങോട്ട് നിനക്കുള്ളതൊക്കെ എനിക്കുള്ളത് തന്നെയല്ലേ?
വൈദേയെ പൂർണ്ണമായി ലോക്ക് ചെയ്തുകൊണ്ട് ജീവൻ പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാ വൈദേഹി ഒരു നിമിഷം ഉത്തരം മുട്ടി നിന്നു. അതിന് എൻ്റെ കയ്യിൽ എവിടുന്നാൻ ജീവ ഇതിന് മാത്രം പണം? ഉള്ള കുറച്ച് പണം അച്ഛനറിയാവൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എടുത്ത് മറിച്ചാലോ തിരിച്ചാലോ അച്ഛൻ എന്താണെന്ന് ചോദിക്കും. ഇതൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഒട്ടും സമ്മതിക്കില്ല. വൈദേഹി പതുക്കെ കൈ ഒഴിയാണെന്ന് ജീവന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ അവൾ ഒഴിഞ്ഞാൽ എങ്ങനെയാ? നീ എൻ്റെ കയ്യിൽ നിന്നാൾ കുറെ പണം കടം വാങ്ങിയില്ലേ? ആർക്കെന്തോ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫൈനാൻസ് പണയപ്പെടുത്തിയിട്ട്. പിന്നെ നമുക്ക് പുതിയൊരു ഫൈനാൻസ് തുടങ്ങാന്ന് പറഞ്ഞ് നീ വേറെയും കുറച്ച് വാങ്ങിയിട്ടില്ലേ? ഇനി നമ്മൾ നാട് വിട്ട് പോകാൻ പോകുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചുക. ബാക്കി നിന്റെ ഗോൾഡ് മറ്റോതാ. എൻ്റെ കയ്യിൽ ഇനി ഒരു 5 പൈസ പോലും എടുക്കാനില്ല. ഇനിയും വൈദേഹിയില്ലെന്ന് പറയാതിരിക്കാനായി എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ജീവൻ പറഞ്ഞു. അതിന് എൻ്റെ കയ്യിൽ അതിനുമാത്രം ഗോൾഡ് ഒന്നും എടുക്കാൻ. അപ്പൊ നീ അന്ന് പറഞ്ഞോ നിന്റെ മരിച്ചുപോയ അമ്മയുടെ സ്വർണവും പിന്നെ നിന്റെ അമ്മമ്മ തന്ന സ്വർണ്ണം കയ്യിലുണ്ടെന്ന്? അതുണ്ട്, അതിന്റെ കാര്യം ഞാൻ മറന്നുപോയി. എന്നാലും നിന്റേത് വല്ലാത്തൊരു മറവി തന്നെ വൈദേഹി. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാനാണെങ്കിൽ മുന്നും പിന്നും നോക്കാൻ എടുത്തന്നേനെ. ഇതിപ്പോ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നെങ്കിലും ഒന്ന് കരുതു വൈദേഹി. ശരി ജീവ, ഞാൻ നോക്കട്ടെ. ഇനി ഈ അബദ്ധങ്ങൾ വായിൽ നിന്ന് വരാതിരിക്കാനായി വൈദേഹി വേഗം കോള് കട്ട് ചെയ്തു. ജീവനെ ഇപ്പോൾ തൽക്കാലം എന്തായാലും വെറുപ്പിക്കാൻ വയ്യ. ഇനി അവനെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. അവനിൽ നിന്നും കള്ളം പറഞ്ഞ് വാങ്ങിയ കാശ് ഇപ്പോഴും അക്കൗണ്ടിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ അവനിൽ നിന്ന് അതൊക്കെ തട്ടിയെടുത്തത്. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതുമാത്രമല്ല, ചോദിക്കുന്നത് പിന്നെയും തൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടിയും വരും. അതൊക്കെ ഇനി എന്ന് തിരിച്ചിട്ടാനാണാവോ? അവനെ കൊണ്ട് ഇനി ആവശ്യമുണ്ടായിപ്പോയി. അല്ലെങ്കിൽ എടുത്ത് ദൂരെ എറിഞ്ഞേനെ. വൈദേഹി ഭൈരവനോട് കാര്യം പറഞ്ഞു. ജീവനെ നന്നായിട്ട് പ്രാഗിയാണെങ്കിലും ചോദിച്ച കാശ് അവന് കൊടുത്തേക്കാൻ അയാൾ വൈദേഹിയോട് പറഞ്ഞു. അങ്ങനെ വൈദേഹി കൊടുത്ത പണം കൊണ്ട് ആവണി ആവശ്യപ്പെട്ട മുഴുവൻ തുകയും ജീവൻ ആവണിക്ക് തിരികെ നൽകി. രണ്ടുപേരും കൂടെ മ്യൂച്വൽ ഡിവോഴ്സിനും ഫയൽ ചെയ്തു. അതിൽ തന്നെ നഷ്ടപരിഹാര തുക മാത്രം എടുത്ത് ആവണി ബാക്കിയുള്ള വസന്തന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചെങ്കിലും അയാളത് വാങ്ങിയില്ല. ആവണി അത് വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും നിർബന്ധമായി അയാൾ അത് ആവണിയുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. ആവണിയുടെ കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥ് പരമേശ്വരനോട് പറഞ്ഞിരുന്നു. പരമേശ്വരൻ തന്റെ കൂട്ടുകാരനോട് റെക്കമെൻഡ് ചെയ്ത വഴി ദേവസ്വം കോളനിയിൽ ആവണി താൽക്കാലികമായി ലെക്ചറായി ജോലി കയറി. ആവണിയെ വസന്തനെയുമായി തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൾ അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയെങ്കിലും അവൾക്ക് അമ്മയോടും അച്ഛനോടൊക്കെ മാനസികമായി അല്പം അകൽച്ചു വന്നിരുന്നു. അവൾ ആദ്യം താമസിച്ചിരുന്ന പോലെ തന്നെ ഹസ്നയുടെ വീട്ടിൽ താമസിച്ച് ജോലിക്ക് പോയി വരാൻ തുടങ്ങി. ഇടയ്ക്ക് വിനീതും മേഘയും വിളിക്കും. അവരോട് മാത്രമായി അവളുടെ കോണ്ടാക്ട്. ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഫൈനാൻസിൽ ജീവൻ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്തതുകൊണ്ട് ജീവനക്കാർ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ തട്ടിച്ചു തുടങ്ങിയ വഴി ഫൈനാൻസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി തുടങ്ങി. ജീവന്റെ വീടിന്റെ ആധാരമാണെങ്കിൽ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആയി കിടന്ന് പെരുകി ഒരുവിധം തുകയായി. ജീവൻ ഗൾഫിലൊക്കെ പോയി ഒന്ന് പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ രാഘവൻ കൂലിപ്പണിക്ക് പോലെ നിർത്തിയതായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ കള്ളുകൂടിയൊക്കെ ഒരുവിധം കുറച്ച് രാഘവൻ കൂലിപ്പണിക്ക് പഴയതുപോലെ പോയി തുടങ്ങി. ആവണിയെയും മേഘയെ അവളുടെ വീട്ടുകാരെയൊക്കെ പ്രാഗി സുമതി ഒരു ഭ്രാന്തിയെ പോലെ നടന്നു. യാതൊരു നിൽക്കളിയുമില്ലാതെ ജീവൻ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ ജിനിയുടെ വരവ്. സംഗീത് പോയിട്ട് 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട്. കരഞ്ഞു വിളിച്ച് ജിനി വരുന്ന കണ്ടപ്പോൾ തന്നെ ജീവന്റെ ഉള്ളു കത്തി. ഇനി ഇവൾക്ക് ഇതെന്താണാവോ? സ്ത്രീധന ബാക്കി ഇനിയും കൊടുത്തു തീർക്കാനുണ്ട്. എന്താടി? ജിനി വന്നേരുന്ന തന്നെ സുമതി കാര്യം തിരക്കി. എല്ലാവരും കൂടി എന്നെ കൊല്ലാൻ കൂട്ടിയിട്ടാണല്ലോ അവിടെ. സംഗീതം പോയത് പിന്നെ തള്ളി തന്നെ എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അമ്മയും ജീവനും കൂടി എന്റെ കാട്ടിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കി തരണം. ജിനി കരച്ചിലിന്റെ വക്കിലെത്തി. നീ എന്തറിഞ്ഞിട്ടാ ജിനി പറയുന്നത്? ആവണിയുടെ കാര്യത്തിൽ തന്നെ രൂപ എത്രയാ മുടക്കിയെന്നറിയോ? അത് തന്നെ കട. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടുന്ന് ഒന്നും ചെയ്തു തരാൻ നിവൃത്തിയില്ല. ഒരു വീടായ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരെന്തെങ്കിലും പറഞ്ഞാൽ നീ തിരിച്ചങ്ങോട്ട് നല്ല മറുപടി കൊടുത്താൽ മതി. വലിയ കാര്യം പോലെ ജീവൻ പറഞ്ഞപ്പോൾ ജിനി തന്റെ കൈയുള്ള ബാഗ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. മറുപടിയൊക്കെ ജീവേട്ടൻ പോയിട്ട് കൊടുത്താൽ മതി. ആവണി ചേച്ചി കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന പോലെ ഞാൻ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല. ഒന്നും ചെയ്തെന്നില്ല, ഞാനിവിടെ തന്നെ സംഗീതം വരുന്നവരെ നിന്നോളാം. ആകും പറഞ്ഞ് ജിനി മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ ജീവൻ ആകെ പെട്ടതുപോലെയായി. ജിനിയെ ഇവിടെ നിർത്തിയാലും ശരിയാവില്ല. അവൻ തന്നെ വീടിന്മേലാകമാനം നോക്കി. ഇനി ഈ വീട് വിൽക്കുക, അതേയുള്ളൂ മാർഗം. ജിനിയുടെ കാശും കൊടുത്ത് തൽക്കാലം തനിക്കൊന്ന് പിടിച്ചേൽക്കാൻ ഇത് കൂടിയേ തീരൂ. വീട് വിൽക്കുന്ന കാര്യം ഓർത്തപ്പോൾ ജീവന്റെ കണ്ണുകളിൽ നീർപ്പൊടിഞ്ഞു. പക്ഷേ വേറെ വഴിയില്ല. വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സുമതി നെഞ്ചത്തടിയും നിലവിളിയും തുടങ്ങി. ആവണിപ്പിടിനെ ചില്ലറയൊന്നല്ല എല്ലാവരും കൂടെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളു. അതാ ഇപ്പൊ എന്റെ മോൾക്ക് തിരിച്ചു കിട്ടിയത്. എന്റെ ദൈവമേ, ഇങ്ങനെയുള്ള വീട്ടുകാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോൾ അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ ഇപ്പൊ ആ കച്ചറയുടെ കാര്യം ഇവിടെ പറയുന്നത്? അവൾ ഒറ്റൊരുത്തി കാരണ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന്. ജീവൻ ഇപ്പോൾ ആവണിയുടെ കാര്യം കേൾക്കുന്നതിന്റെ കലിയാണ്. ജീവന്റെ മുഖം മാറി കണ്ടപ്പോൾ സുമതി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. സുമതിയുടെയും ജീവന്റെയൊക്കെ ആദ്യത്തെ വീട് സുധാകരന്റെ സഹായത്തോടുണ്ടാക്കിയ ഒരു ഓട് വീടായിരുന്നു. ജീവൻ ഗൾഫിൽ പോയതിൽ പിന്നെയാണ് കുറച്ച് പറമ്പൂടെ വാങ്ങിയതും ആദ്യത്തെ വീട് പൊളിച്ചു പണിതതും. സുമതിയുടെ അഭിമാനമായിരുന്ന ആ ഇരുന്നില വീട്. വീട് വിൽക്കുന്ന കാര്യം കേട്ടപ്പോൾ ജിനിക്കോ അത് സഹിച്ചില്ല. ചേട്ടാ, ഞാൻ സംഗീതനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേ തന്നെ തിരിച്ചു പോയിക്കോളാം. എനിക്ക് വേണ്ടി വീടൊന്നും വിൽക്കാൻ നിൽക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. ജിനി അത് പറഞ്ഞപ്പോൾ ജീവൻ സങ്കടം ഭാവിച്ച് നിന്നു. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും. അപ്പൊ എനിക്ക് ഉപകാരമായേനെ. പക്ഷെ വീടെന്തായാലും വിൽക്കണം. ആ കടത്തിലൂങ്ങി നിൽക്കുക ഞാൻ.
വീടിന്റെ കാര്യം നോർത്ത് ആരും വിഷമിക്കണ്ട. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. കുറച്ചുനാൾ എന്തായാലും ഇങ്ങനെ പോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഇതിലും വലിയൊരു വീട് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. വൈദ്യയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജീവൻ അങ്ങനെ പറഞ്ഞ്. ഈ പുലിവാരൊക്കെ കഴിഞ്ഞാൽ വൈദ്യയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. എന്നിട്ട് വേണം രാജാവിനെ പോലെ സുഖിച്ച് ജീവിക്കാൻ. അവൾ കാണുന്ന പോലെയൊന്നല്ല കൊട്ടാരം പോലുള്ള വീട്, ഒറ്റ മകളും. ഉള്ള സ്വത്തൊക്കെ അവൾക്കുള്ളത് തന്നെയാണ്. അവളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്റെയും. പിന്നെ താനെന്തിനു വിഷമിക്കണം? ഈ വീട് പോയാൽ വലുത് വേറൊന്ന് വരും, അത്രയേ ഉള്ളൂ. 2-3 ദിവസങ്ങൾ ജീനി അവിടെ തന്നെ നിന്നു. 4ാമത്തെ ദിവസം അതിരാവിലെ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് ജീവൻ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കയ്യിൽ ബാഗുകളും പിടിച്ച് സംഗീത് നിൽക്കുന്നു. സംഗീതോ? എന്താ ഇവിടെ? വരുന്ന കാര്യം ജീനി പറഞ്ഞില്ലല്ലോ. ദുബായിലായിരുന്ന സംഗീത് പെട്ടെന്ന് തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ജീവൻ അത്ഭുതപ്പെട്ടു. ഞാനതിന് അവളോടൊന്നും പറഞ്ഞില്ല ജീവേട്ടാ. പെട്ടെന്ന് ടിക്കറ്റ് ഒപ്പിച്ച് പോരുകയായിരുന്നു. അപ്പോഴേക്കും സുമതിയും രാഘവനൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. സുമതി വിളിച്ചപ്പോൾ ജിനിയും എത്തി. കുറച്ച് മണിക്കൂറുകൾ മുമ്പ് തന്നോട് സംസാരിച്ച സംഗീത് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ജിനിയും വാ തുറന്നു നിന്നു. ആദ്യത്തെ ആ പകപ്പ് മാറിയപ്പോൾ അവൾ ഓടിച്ചെന്ന് സംഗീതിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവനോട് തോളിൽ പതിയെ തട്ടി ആശ്വസിപ്പിച്ചു. ജിനി, മോളെ കരയിലടി, ഞാൻ വന്നില്ലേ? സംഗീത് ജിനിയും കൂട്ടി അകത്തേക്ക് കയറി. വീടാകുമെന്ന് ഉണർന്നു. സംഗീതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സുമതി ഓടിപ്പാഞ്ഞ് നടന്നു. 4 ദിവസത്തെ ലീവിനാണ് സംഗീത് വന്നിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ ജിനിയെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകും. ഇനി തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ അവിടെ നിർത്താൻ അവൻ താല്പര്യമില്ലത്രേ. രാഘവനും സുമതിയും കാര്യം കേട്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. സംഗീതിന്റെ വീട്ടുകാർ ചോദിച്ച മുഴുവൻ തുക കൊടുത്താലും അവരിനിയും തങ്ങളുടെ മോളെ ഉപദ്രവിക്കുമെന്നും സുമതിയും രാഘവനും ഭയന്നിരുന്നു. ഇനിയിപ്പോൾ അതിനും പരിഹാരമായി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. സംഗീത് ജിനിയും കൂട്ടിക്കൊണ്ടാണ് തന്റെ വീട്ടിലേക്ക് പോയത്. അവന്റെ അച്ഛനും അമ്മയ്ക്കും സംഗീതിന്റെ പെട്ടെന്നുള്ള വരവ് ഷോക്കായിരുന്നു. ഇനി ജിനിയെ തങ്ങളൊന്നും പറഞ്ഞു ഉപദ്രവിക്കില്ല, അവളെ നാട്ടിൽ തങ്ങളുടെ കൂടെ നിർത്തണമെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും സംഗീത അവൾ അവിടെ നിർത്താൻ കൂട്ടാക്കിയില്ല. നാട്ടിലേക്ക് വരുമ്പോൾ അവളെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സംഗീത് 4 ദിവസങ്ങൾക്ക് ശേഷം ഗൾഫിലേക്ക് തിരികെ പോകുമ്പോൾ ജിനിയെയും കൂടെ കൂട്ടി. ജിനിയുടെ കാര്യം സേഫായെങ്കിലും സംഗീതിന്റെ അച്ഛന് ജീവനോട് അതോടുകൂടി ദേഷ്യമായി. ജീവന്റെ ഫൈനാൻസിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അയാൾ അത് തിരികെ വേണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. ജീവനാകെ പെട്ട പോലെയായി. കയ്യിൽ കുറെ പണമുള്ള അയാളെ കയ്യിലെടുക്കാനാണ് സംഗീതിന് ജിനിയെ കല്യാണം കഴിച്ചു കൊടുത്തത് തന്നെ. അയാൾ വലിയ തുകയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്താൽ തന്റെ ഇളകിയ അടിത്തറ പൊളിഞ്ഞു വീഴും. എന്തൊക്കെയോ പറഞ്ഞ് അയാളെ പിടിച്ചിരുത്തിയെങ്കിലും അയാൾ മറ്റ് ഇൻവെസ്റ്റേഴ്സിനോട് മോശമായി ഫൈനാൻസിനെ പറ്റി പറഞ്ഞ് ജീവൻ അറിഞ്ഞതിനാൽ വീട് വിൽക്കാനുള്ള വഴികൾ അവൻ പെട്ടെന്ന് നോക്കി തുടങ്ങി. വീട് പെട്ടെന്ന് വിൽക്കാൻ നോക്കിക്കൊണ്ട് ഉദ്ദേശിച്ച വില ലഭിക്കില്ലെന്ന് ജീവന് മനസ്സിലായി. എന്നാലും സാരമില്ല, കിട്ടിയതാവട്ടെ, തൽക്കാലം രക്ഷപ്പെടണമെന്നോർത്ത് അവൻ കിട്ടിയതൊക്കെ വീടും പറമ്പും വിറ്റു. ആ വീടിനും പറമ്പിനും കിട്ടേണ്ട തുകയുടെ 3 പോലും കിട്ടിയില്ലെങ്കിലും തൽക്കാലം സംഗീതിന്റെ അച്ഛന്റെ കടവും തീർത്ത് ബാക്കി അത്യാവശ്യ കടങ്ങളും തീർത്തു. വേറെ വീടും പറമ്പൊന്നും വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ലാത്തതിനാൽ തൽക്കാലം ഒരു വീട് വാടക എടുത്തു. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ മുന്നിൽ പണമുള്ളതുകൊണ്ട് അഹങ്കരിച്ച് നടന്നിരുന്ന സുമതി അതോടുകൂടി വീടിനുള്ളിൽ പൂർണ്ണമായി ഒതുങ്ങി. കൂലിപ്പണിക്ക് പോകുന്നുണ്ടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിയ കള്ളുകൂടി രാഘവൻ വീണ്ടും പുനരാരംഭിച്ചു. സങ്കടം കൊണ്ടാണെന്ന് സുമതിയോട് ന്യായവും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. വൈദ്യയെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ്. സിദ്ധാർത്ഥും മേഘയും അടുത്തൊന്നും നാട്ടിലേക്ക് വരുന്ന ലക്ഷണം കാണുന്നില്ല. അവരെങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരുത്തണം, എന്നാലേ താൻ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കുകയുള്ളൂ. എന്താണ് അതിന് വഴിയെന്ന് ആലോചിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരാളുടെ മുഖം തെളിഞ്ഞു. രേണുകയുടെ മുഖമായിരുന്നത്. രേണുക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്തായാലും സിദ്ധാർത്ഥ മേഘ നാട്ടിലേക്ക് വരാതിരിക്കില്ല. അവൾ മനസ്സിൽ കണക്കുകൂട്ടി. ഭൈരവനോട് രേണുക്ക് എന്തെങ്കിലും അപകടം വരുത്തുന്ന കാര്യം വൈദേഹി പറഞ്ഞു. എന്ത് ചെയ്തിട്ടായാലും അവർ ഇങ്ങോട്ടേക്ക് വരുത്തണം. അതിന് നിനക്ക് അച്ഛന്റെ എല്ലാവിധ സഹായവും ഉണ്ടാവും. ബലിക്ക് സമയമായിക്കൊണ്ടിരിക്കുന്നു. ചില ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല നിലയിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അറിയാലോ നിനക്ക്. ഓ അച്ഛാ, അറിയാം. അതുകൊണ്ടാ ഞാൻ ഈ കടുങ്കൈ ചെയ്യാൻ നിൽക്കുന്നത്. പരമേശ്വരൻ മാമിയെ അമ്മമ്മയെ എനിക്ക് വേദനിപ്പിക്കാൻ വയ്യ. ഇതാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അവന് ആ സിദ്ധുവിനെ പെട്ടെന്ന് വേദനിക്കുകയും ചെയ്യും. അവൾക്കും അങ്ങനെ തന്നെ. നീ അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? കൊല്ലാനാണോ? ഭൈരവന്റെ കണ്ണുകൾ ക്രൂരതയാണെന്ന് തിളങ്ങി. ഏയ് അല്ലല്ല, അവരെ കൊന്നുകളഞ്ഞ ഇവിടെ ആളുകൾ കൂടും. ചടങ്ങുകളും മറ്റു കാര്യങ്ങളും കഴിയുന്നവരെ കുറെ നാളുകൾ ആൾപെരുമാറ്റം ഉണ്ടാവും. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ വരും. കൊല്ലാതെ തളർത്തി കിടക്കാനുള്ള എന്തെങ്കിലും വഴിയാ ഞാൻ നോക്കുന്നത്. എന്നാൽ അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്ക്. 1-2 ദിവസം തക്കം പാർത്താണെന്നെങ്കിലും രേണുകയെ ഒന്നും ചെയ്യാൻ വൈദേഹി സാധിച്ചില്ല. പക്ഷേ 3-ാമത്തെ ദിവസം വൈദേഹി പറ്റിയൊരു അവസരം വീണ് കിട്ടി. ഉഷ പോയതിൽ പിന്നെ തറവാടിൽ സുജാത മാത്രമേ ഉള്ളൂ ജോലിക്കാരിയായിട്ട്. 3-ാമത്തെ ദിവസം പുലർച്ചെ വൈദേഹി കുളിയും ബലിരൂപി പൂജയുമൊക്കെ കഴിഞ്ഞ് നേരം വെളിച്ചമാവുന്നവരെ ഒന്ന് മയങ്ങാനായി മുറിയിലേക്ക് വന്നതായിരുന്നു അവൾ. വെറുതെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ തറവാട് വീടിന്റെ പിന്നിലുള്ള ചെറിയ കളപ്പുരയിൽ വെളിച്ചം കണ്ടു. കാവും പൂജയുമൊക്കെയുള്ള തറവാടായതിനാൽ ജോലിക്കാരികൾ മാസത്തിൽ പുറത്തായാൽ അവിടെയാണ് താമസിക്കുക. അതിനുള്ളിൽ വെളിച്ചം കണ്ടപ്പോൾ മനസ്സിലായി സുജാത അവിടെയാണെന്ന്. അപ്പോൾ മിക്കവാറും അടുക്കളയിലും പരിസരത്തൊക്കെ രേണുക മാത്രമേ കാണുകയുള്ളൂ. വൈദേഹിയുടെ തലയിൽ ആ സമയം കൊണ്ട് ഒരുപാട് ചിന്തകൾ ഓടി നടന്നു. ചിന്തിച്ച് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അവൾ ഉടുത്തിരുന്ന സാരി മാറ്റി മറ്റൊരു സാരിയും വാരി ചുറ്റി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. നേരെ പൂജാമുറിയിലേക്ക് കടന്ന് ബലിരൂപിയുടെ പ്രതിമയുടെ മുമ്പിലിരിക്കുന്ന കറുത്ത ചെപ്പിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള പൊടി കയ്യിലെടുത്ത് പിടിച്ചു. പിന്നെ നേരെ അടുക്കളയിലേക്ക് നടന്നു.
കത്തിയും വെട്ടുകത്തിയൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്നൊരു ചുറ്റിക വൈദ്യയെ കണ്ടെടുത്തു. സാരി തലപ്പിനുള്ളിൽ അതും ഒളിപ്പിച്ച് വെച്ച് അവൾ തറവാട് വീട് ലക്ഷ്യമാക്കി നടന്നു. തറവാട്ടിലെ അടുക്കള രാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞിരുന്നു. സുജാത പുറത്തായിരിക്കുന്ന കാരണം രേണുകയാണ് അടുക്കളയിലെ ജോലി മുഴുവൻ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഉഷ ഉണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. രണ്ടിലൊരാൾ എപ്പോഴും ഉണ്ടാവും. പറ്റിയൊരാളെ നോക്കുന്നുണ്ടെങ്കിലും ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. ഉഷയുടെ കാര്യത്തിൽ ചെറിയൊരു പേടി കിട്ടിയതിനാൽ ഇനിയും ജോലിക്കാരെ എടുക്കുമ്പോൾ നോക്കിയും കണ്ടുമേ എടുക്കുകയുള്ളൂ എന്ന് രേണുക ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു. 3 ആൾ മാത്രമുള്ളതിനാൽ അധികം ജോലികളൊന്നുമില്ല. അടുക്കളയിൽ സഹായത്തിന് ആളില്ലാത്തതിനാൽ പണിക്കാരോട് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ പരമേശ്വരൻ പറഞ്ഞിട്ടുമുണ്ട്. തറവാട്ടമ്മയ്ക്ക് രാവിലെ കഞ്ഞിയായതിനാലും കഴിക്കാൻ വേറെ ആരും ഇല്ലാത്തതിനാലും രേണുകയും പരമേശ്വരനും കഞ്ഞി തന്നെയാണ് കുടിക്കുക. ചാമയരിയും ചെറുപയറും ചേർത്ത് വേവിച്ച കഞ്ഞിയിൽ തേങ്ങ ചിരകിയത് കൂടെ ചേർത്തിടുമ്പോഴാണ് അടഞ്ഞിടക്കുന്ന അടുക്കള വാതിൽ ആരോ മുട്ടുന്ന പോലെ രേണുകൾക്ക് തോന്നിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.